ഉപദ്രവിക്കല്ലേ, നമ്മളൊരു കിനാവ് കാണാണ്. വയനാടിന്റെ നഷ്ടം നികത്താൻ 2000 കോടി കുറഞ്ഞ തുകയാണെന്ന് മന്ത്രി റിയാസ് പറയുന്നു. പണമുള്ളവൻ പണക്കാരൻ, ലക്ഷമുള്ളവൻ പ്രഭു, കോടിയുള്ളവൻ ഈശ്വരൻ. ഈ ഈശ്വരനെ വെച്ച് കോടി വല്ലതും ഉണ്ടാക്കാനൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. 2000 കോടിയുടെ ആവശ്യമുണ്ടോ? വാസ്തവത്തിൽ കോടിക്കണക്കിന് രൂപയും നഷ്ടപരിഹാര സാധനങ്ങളും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. പക്ഷെ 2000 കോടി എന്ന കണക്ക് എങ്ങനെ എത്തി? ഇത് 2018 വെള്ളപ്പൊക്ക ദുരിതത്തിന് 30,000 കോടി രൂപ വേണം എന്ന് ആവശ്യപ്പെട്ടതുപോലുള്ള ഒരു കൊട്ടക്കണക്കാണ്. എന്നിട്ട് എത്ര കിട്ടി എന്ന കണക്ക് പോലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ കണക്ക് സർക്കാർ പറയുന്നുണ്ട്. അത് ശരിയാണോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അല്ലെങ്കിൽ തന്നെ കിട്ടിയ പണം എങ്ങനെ ആർക്കൊക്കെ കൊടുത്തു എന്ന് പറയാൻ സർക്കാരിന് മടിയാണ്. എന്റെയൊക്കെ കണക്ക് എന്റെ മനസ്സിലുണ്ട്. വാസ്തവത്തിൽ വയനാടിന്റെ പുനരധിവാസത്തിന് 2000 കോടി വേണോ? ചോദ്യം പ്രസക്തമാണ്. അങ്ങനെയെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഈ 2000 കോടിയുടെ കണക്ക് എങ്ങനെ ഉണ്ടായതാണ്? അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു കൊട്ടക്കണക്കല്ലേ? 20 ലക്ഷം രൂപ വെച്ച് 500 വീട് വെച്ച് കൊടുത്താൽ അവർക്ക് ഒരു വർഷം താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, വാടക അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും, ഭക്ഷണ സാധനങ്ങൾ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ കേവലം 150 കോടി രൂപയെ ചെലവാകൂ എന്ന് സന്തോഷ് പണ്ഡിറ്റ് തെളിവ് സഹിതം വിശദീകരിക്കുന്നുണ്ട്. ഇത് പലരും മനസ്സിലാക്കാതെ പോകുന്നു എന്നതാണ് വാസ്തവം. ഈ 150 കോടി രൂപയ്ക്ക് വേണ്ടിയാണ് 2000 കോടി രൂപ മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെടുന്നത്. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ലോകത്തിന് നാനാഭാഗത്തും ആളുകൾ പിരിക്കുന്ന പണമെല്ലാം ചേർത്താൽ 100 കോടിയാകും. ഈ ചെലവിൽ മഹാഭൂരിപക്ഷവും വീട് വയ്ക്കാനാണ്. വീട് വയ്ക്കാൻ 100 കണക്കിന് ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു. അവരുടെ സഹായമില്ലെങ്കിൽ പോലും 150 കോടി മതി എന്ന് കൃത്യമായി സന്തോഷ് പണ്ഡിറ്റ് കണക്കുകൾ സഹിതം വിശദീകരിക്കുന്നു. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ക്യാമ്പിൽ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല, കാര്യങ്ങളെല്ലാം ഓക്കെ എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ശരിയുമാണ്, ശരിയാകാം. തീർന്നില്ല, ഇനിയുണ്ട്. ചിലർ 100 വീട് കൊടുക്കുക, 50 വീട് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, അത് ഇനി കയ്യടിക്ക് വേണ്ടി പറയുന്നതാണോ ഒറിജിനലാണോ എനിക്കറിയില്ല. ഇപ്പം നിലവിൽ കൊടുക്കാന്ന് പറഞ്ഞ വീടിന്റെ എണ്ണം ഒന്ന് കൂട്ടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ 1000 കിട്ടും. പക്ഷേ ഈ ക്യാമ്പിൽ നിന്ന് ആളുകൾ ഇറക്കുകയും, ഞാൻ സന്തോഷം കൊണ്ടിട്ട് ആലോചിക്കുന്ന കാര്യം, ഈ വീട് ഓം ക്രീം എന്ന് പറയുമ്പോൾ ഒരു വീടാവില്ലല്ലോ സാർ, അതിന് സമയം വേണം. ഈ സമയം ഇവരെന്ത് ചെയ്യുന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ ഫുൾ ടൈം ഈ ദുരന്തം കഴിയുന്ന മുതലേ ഞാൻ അങ്ങനെ ആലോചിക്കുന്ന കാര്യം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ വാർത്താ പ്രാധാന്യം ചാനൽ ഒന്നങ്ങോട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ അല്ലേ, അർജുൻ്റെ ആ കേസൊക്കെ വരുമ്പോൾ ഫുൾ ടൈം അവരത് കർണാടകയൊക്കെ കാണിച്ചു, നല്ല കാര്യമാണ്. പക്ഷേ വയനാട് വന്നോടെ പിന്നെ അത് ഓർമ്മയില്ല. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇതേപോലെ ഇനി നാളെ ഏതെങ്കിലും ഭർത്താവ് ഭാര്യയെ തല്ലിക്കൊന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കൊന്നു എന്നുള്ളൊരു ന്യൂസ് വന്നു സങ്കല്പിക്കുക. പിന്നെ വയനാടൊന്നും ആർക്കും ഓർമ്മയുണ്ടാവില്ല. ഭാര്യ ചെയ്തത് ശരിയാണോ, ഭർത്താവ് ചെയ്തത് ശരിയാണോ എന്ന് വെച്ചിട്ടുള്ള അതിന്റെ ചർച്ചയായിരിക്കും വരിക. സ്വാഭാവികം. വീടും കുടുംബക്കാരെയും സമ്പാദ്യം നഷ്ടപ്പെട്ടവന് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല. സോ ഇവർ ഒരു വാടക വീട് എടുത്ത് സ്വന്തമായ വീട് സർക്കാരോ ഏതെങ്കിലും ഒരു വ്യക്തി കൊടുക്കുന്നവരെ ഇവരുടെ ജീവിതം എന്തെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പ് എത്രയും പെട്ടെന്ന് ഇവിടെ അവസാനിപ്പിച്ചേ പറ്റൂ. ഞാൻ എൻ്റെ മനസ്സിലുള്ളത്, സപ്പോസ് ഞാനാണ് ഇവിടുത്തെ ഒരു കേരളത്തിലെ ഭരണാധികാരി ആണെങ്കിൽ നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളുടെ നേരെ നോക്കിക്കൊള്ളണം. ഇങ്ങോട്ട് വന്ന് അത്തരം കാര്യങ്ങൾ പ്രയോഗിക്കാൻ തയ്യാറാകരുത്. 7 ലക്ഷം രൂപ ഒരു എവറേജാണ് ഞാൻ പറയുന്നത്. ആ ഏരിയയിലൊക്കെ ഞാൻ സെൻറ്റിൻ്റെ വിലയൊക്കെ ചോദിച്ചു. അപ്പോൾ 1 ലക്ഷം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1 സെൻറ്റ് കിട്ടും. ഒരു 7 ലക്ഷം രൂപ നമ്മൾ അവരുടെ ആളുകളോട് തന്നെ പറയാം, എടാ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം നീ തിരഞ്ഞെടുത്തോ. അപ്പം നടക്കുന്ന കാര്യം. കാരണം ഇനി ചൂരൻ മലയും മുണ്ടക്കൈയും ഒന്നും നടക്കൂല. അതൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആക്കാനേ പറ്റുള്ളൂ. പിന്നല്ലാതെ ഈ ഒരു 7 ലക്ഷത്തിന് ഇവർ തന്നെ ഒരു സ്ഥലം കണ്ടെത്തുന്നു. ഇനി സർക്കാർ കണ്ടെത്തി ഞങ്ങൾക്ക് എന്തോ സ്ഥലം തന്നു എന്ന് പറയണ്ടല്ലോ. ഒരു 20 ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുഴപ്പമില്ലാത്ത വീടുണ്ടാക്കാം സാർ. ശരിയല്ലേ ഞാൻ പറഞ്ഞു? അത്യാവശ്യം 100% ഞാൻ യോജിക്കുന്നു. 20 ലക്ഷം അതും വന്നു, 7 ലക്ഷം ഇതും വന്നു. 1 ലക്ഷം രൂപ ഇവരുടെ വാടക ഇനത്തിൽ സർക്കാർ എത്രയും പെട്ടെന്ന് കൊടുക്കുക. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവരിപ്പോൾ എന്തുകൊണ്ടാണ് ചെറിയപ്പത്തിന് ഞാൻ വിളിക്കുമ്പോൾ സന്തോഷ് സാറേ അവർ 4000 ചോദിക്കുന്നു. അപ്പോൾ ആ പൈസ ആരും ഇവർക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ടല്ലേ സാർ ഈ ബുദ്ധിമുട്ടുന്നത്. ഞാൻ പറയുന്നത് ഒരു 8000 രൂപ വെച്ചിട്ട് ഒരു കുടുംബത്തിന് എൻ്റെ എവറേജ് പറയുകയാണ് എങ്കിൽ തന്നെ 96,000 രൂപയാണ് ഒരു വർഷത്തിന് വരിക. ഒരു വർഷം കൊണ്ട് ഇവിടെ വീടാവും സങ്കല്പിക്കുക. 20 ലക്ഷത്തിൻ്റെ വീട്. ശരി,
ഇപ്പം ഇത്ര വരെ കൂട്ടുകയാണെങ്കിൽ തന്നെ 29 ലക്ഷം, 28 ലക്ഷം, 2 ലക്ഷം രൂപ നമ്മൾ അവർക്ക് വീട്ടു സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നു എന്ന് വെറുതെ ഒരു റെഡിമെയ്ഡ് നമ്മുടെ സ്വപ്നത്തിൽ. സാർ 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബമായി. 500 കുടുംബമാണ് അവിടെ ബുദ്ധിമുട്ടുന്നതെങ്കിൽ സാർ 30 ലക്ഷം ഇൻറ്റു 500 കുടിച്ചു നോക്കും. അതായത് 3 കോടി 30 കോടി ഉണ്ടെങ്കിൽ 100 വീടായി. അപ്പോൾ 500 വീടിന് 150 കോടി രൂപ ഇന്ന് സർക്കാരിൻ്റെ കയ്യിലുണ്ടെങ്കിൽ 20 ലക്ഷത്തിന് സാർ പറഞ്ഞു നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുക്കാം, അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. ബാബു, ഞങ്ങൾ ഈ കളി തുടങ്ങിയിട്ട് കുറേ കാലമായി. നീക കളിച്ചതിൻ്റെ ഗുണം കൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടി വന്നത്. ഇനിയിപ്പോൾ അവിടെ കുറേ ഷോപ്പുകൾ പോയിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിനെ കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടായിട്ടില്ല. ഷോപ്പ് കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആ ഷോപ്പ് കൂടെ കൂട്ടുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സ്കൂളോ ഇനി വേറെ മറ്റുള്ളവർ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ അവർ ചെയ്യും. എല്ലാം കൂടി 200 കോടി അല്ല, ഒരു 50 കോടി. എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ. സർക്കാർ തന്നെ ആരെ പൈസ ഞങ്ങൾക്ക് വേണ്ട, കാര്യം അവതാരം വേണ്ട സർക്കാർ പറയുകയും സർക്കാർ തന്നെ ഒരു സ്കൂളും ഒരു കോളേജെല്ലാം ഉണ്ടാക്കിയാൽ 200 കോടി രൂപയുടെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം 500 കുടുംബത്തിന്, മാക്സിമം 500 കുടുംബമാണ് അവർ ആഗ്രഹിക്കുന്ന അല്ല അവർ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് കിട്ടുകയും ചെയ്തു. ഈ പ്രശ്നം സോൾവ് ആവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കൊള്ളാം, അത് കൊള്ളാം. കറക്റ്റാ. അല്ല ഞാൻ ലോജിക്കലിയാണ് ഞാൻ പറയുന്നത്. അതിന് എല്ലാരും തയ്യാറുവാ. സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കിട്ടണം നിർബന്ധമൊന്നുമില്ല, എല്ലാരും കൊടുക്കും. ഇപ്പം എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗ് തന്നെ ഇപ്പം 10 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുണ്ട്. സർക്കാരിന് 50 കോടി കഴിഞ്ഞു. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ എല്ലാരും വീട് വെക്കാന്ന് പറഞ്ഞല്ലോ, അവരോടെല്ലാം വീട് വെക്കുന്ന കാശ് കൊടുക്കാൻ പറഞ്ഞാൽ മതി. അല്ല ഞാൻ പറയുന്നത് ഇനി അവരാരും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും 200 കോടി ഉണ്ടെങ്കിൽ ഞാൻ കണ്ട ഇത് വെച്ച് പറയാണ്, അവിടുത്തെ ബിസിനസ്സുകാർക്ക് വരെ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ ഇതെല്ലാം പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുത്ത വാടക വീട് അന്വേഷിച്ച് പോകുന്നു, മറ്റോ അവിടുന്ന് സ്കൂളുകാരൻ നെഞ്ചത്ത് കൈവയ്ക്കുന്നു, കോളേജുകാരൻ കൈവയ്ക്കുന്നു, അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇതെല്ലാം അവിടെ ചോദ്യമാണ്. പക്ഷെ സർക്കാർ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ. റീകൺസ്ട്രക്ഷന് മാത്രം 2000 കോടിയാവും. സർക്കാർ സംവിധാനങ്ങൾ പരിശോധിച്ച് വെച്ചൊരു സാധനമാണ്. പുനർനിർമ്മാണത്തിന് വേണ്ടി മാത്രം 2000 കോടി. ബെസ്റ്റ്. അങ്ങനൊരു പൊട്ട ബുദ്ധി എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി. പക്ഷെ അത് ഇത്ര വലിയ കുരിശാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല.